തൊഴിൽ പീഡന പരാതി ചർച്ച ചെയ്യുന്നതിനായി വിളിച്ചു ചേർത്ത അമ്മ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ തുടങ്ങി. ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും അടക്കം പങ്കെടുക്കുന്നുണ്ട്. ആരോപണ വിധേയനായ ഉണ്ണി ശിവപാൽ ഓൺലൈനായി പങ്കെടുക്കും. ജീവനക്കാരിക്ക് പുറമെ ഒരാൾ കൂടി തൊഴിൽ പീഡനം ആരോപിച്ച് രംഗത്തെത്തി. ശമ്പളം തടഞ്ഞു എന്നാരോപിച്ചാണ് അമ്മ ഓഫീസിലെ മുൻ ജീവനക്കാരൻ അപ്പു നോർത്ത് പോലീസിന് പരാതി നൽകിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, അമ്മയുടെ തലപ്പത്തേക്ക് സ്ത്രീകൾ വന്നതിന് പിന്നാലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ കരുതിയതാണ്. അതായത് സ്ത്രീകൾ തൊഴിലിടത്ത് നേരിടുന്ന ചൂഷണങ്ങൾക്കൊക്കെ ഒരു പരിഹാരം അറുതി ഉണ്ടാകുമെന്ന്. പക്ഷേ ഇന്നലെ ഒരു യുവതി, അതായത് ഫ്രണ്ട് ഓഫീസിൽ ജീവനക്കാരിയായിട്ടുള്ള യുവതി പരാതി നൽകുന്നു. ഇന്നൊരു അപ്പു എന്ന ജീവനക്കാരൻ്റെ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നു. അതിനിടെയാണ് യോഗ. അതായത് നേരത്തെ ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും അത് കാര്യമായി ഗൗനിച്ചില്ല എന്ന് ഇന്നലെ യുവതി പരാതി നൽകിയ ആക്ഷേപം ഉന്നയിച്ചതാണ്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? അമ്മ യോഗത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുമോ? ടോം, ഇന്നലെ ആയിരുന്നു അതുല്യ എന്ന ഫ്രണ്ട് ഓഫീസിലെ ജീവനക്കാരെ പരാതി നൽകിയത്. പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതിനുശേഷം തന്റെ പക്കലുള്ള തെളിവുകളെല്ലാം തന്നെ പോലീസിനെ കാണിച്ചിട്ടുണ്ടെന്നാണ് നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തി അന്വേഷണ സംഘത്തെ കണ്ടതിന് ശേഷം യുവതി മാധ്യമങ്ങളോടായി പ്രതികരിച്ചത്. പക്ഷെ പോലീസ് അതിൽ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഉടനെ തന്നെ അന്വേഷണം ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനിടയിലാണ് അതായത് ഈ അതുല്യയ്ക്ക് മുൻപ് ആ ഫ്രണ്ട് ഓഫീസിൽ ജീവനക്കാരനായി ജോലി ചെയ്തിരുന്ന അപ്പു പരാതി നൽകിയിരിക്കുന്നത്. നോർത്ത് പോലീസിൽ തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത് തന്റെ ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവിടെ ആരോപണ വിധേയരായിട്ടുള്ളത് ഇവർ രണ്ടുപേരും തന്നെയാണ്. ട്രഷറായിട്ടുള്ള ഉണ്ണി ശിവപാലും അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരനും. ഇവർക്കെതിരെ തന്നെയാണ് അപ്പു പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ പറയുന്നത് പ്രകാരം 8 മാസമായി താൻ അവിടെ ജോലി ചെയ്യുകയായിരുന്നു. പക്ഷെ അതിനിടയിൽ തന്നെ യാതൊരു കാരണവും കൂടാതെ പിരിച്ചുവിടുന്നു. വലിയ മാനസിക സമ്മർദ്ദമാണ് ഈ ജോലിയിടത്ത് ഉള്ളത്. ഇരുവരും ചേർന്ന് തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നു എന്നാണ് അപ്പുവിന്റെ പരാതിയിലുമുള്ളത്. അതിനുശേഷമാണ് അതുല്യെ ആ പോസ്റ്റിലേക്ക് പിന്നീട് നിയമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. സമാനമായ ആരോപണം തന്നെയാണ് അതുല്യയും ഉന്നയിക്കുന്നത്.